ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അരുണും ഐശ്വര്യയും കാറിൽ പോകുന്ന സമയം. എന്നാൽ അരുൺ ഒരക്ഷരം പോലും ഐശ്വര്യയോട് മിണ്ടുന്നില്ല. ഇത് കണ്ടിട്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, അരുണിന് എന്താ ഒരു പിണക്കം പോലെ ഒന്നും മിണ്ടുന്നില്ലല്ലോ? ഓ, മനസ്സിലായി, അഖി ശ്യാമയെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഷോ കാണിച്ചതിന്റെ വിഷമമായിരിക്കും അല്ലേ? ആ പറഞ്ഞതൊക്കെ അരുൺ അപ്പടി വിശ്വസിച്ചു അല്ലേ? എന്നാൽ ദേഷ്യത്തിൽ അരുൺ പറയുന്നുണ്ട്, ദേ ഐശ്വര്യ, വീണ്ടും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അമ്മ പറഞ്ഞു, ഞാൻ ചെയ്തു. എന്താ അമ്മ പറഞ്ഞാൽ ഞാൻ അനുസരിക്കണ്ടേ? അതല്ലേ എൻ്റെ കടമ എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മ ശ്യാമയെ കൊല്ലാൻ പറഞ്ഞാൽ നീ അതും ചെയ്യുമല്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ അതും ചെയ്തെന്നിരിക്കും. വസുന്ധരാമ്മ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വണ്ടി സൈഡ് ഒതുക്കുകയാണ് അരുൺ, അതും ദേഷ്യത്തിൽ തന്നെ. എന്തിനാ കാറ് നിർത്തിയത്? എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എന്താ ഒരു മരുമകൾക്ക് സ്വന്തം അമ്മായിയമ്മയെ അനുസരിക്കാൻ പാടില്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അരുൺ പറയുന്നുണ്ട്, ദേ എനിക്കിപ്പോൾ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാ തോന്നുന്നത്. എന്നാ എന്നെ അങ്ങ് കൊല്ല്, അത് തന്നെ നടക്കട്ടെ. അരുണിന് എന്നെ കൊണ്ടുള്ള ശല്യം അങ്ങ് തീരുവല്ലോ, പിന്നെ ഇഷ്ടമുള്ള ആളോടൊപ്പം സുഖമായിട്ട് ജീവിക്കാലോ. കൊല്ല്, എന്നെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ല് എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അരുൺ പറയുന്നു, ദേ ഐശ്വര്യ, ഇത് പബ്ലിക് പ്ലേസ് ആയിപ്പോയി. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്തിനാ മടിക്കുന്നത്? എല്ലാവരും കാണട്ടെ. ഒരു പാവം ഭാര്യയോട് ഹസ്ബൻഡിന്റെ ക്രൂരത എല്ലാവരും കാണട്ടെ. കൊല്ല്, എന്നെ കൊല്ലങ്ങോട്ട് എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ കാറിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങുകയാണ് അരുൺ. കൂടെ ഐശ്വര്യയും ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ദേഷ്യത്തോടെ നോക്കുന്നു. ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, എന്താ കൊല്ലുന്നില്ലേ? കൊല്ല്, എന്നെ റോഡിൽ വെച്ച് കൊല്ല്. അങ്ങനെ ഞാൻ വിടില്ല, എന്നെ കൊല്ല് എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തോടെ അരുണും അല്പം മാറി നിൽക്കുന്നു. എന്താ പേടിച്ചോടുന്നത്? എന്നെ കൊല്ലുന്നില്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ദേ ഇതിങ്ങനെ അവസാനിച്ചത് നീ കരുതണ്ട. ഇനി നീ ശ്യാമയെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ നമുക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടി വരും. നിനക്ക് ശ്യാമയുടെ അസൂയ, കുശുമ്പും എല്ലാം കൂടി ചേർന്ന് തീർത്താൽ തീരാത്ത പകയാണ് നിനക്ക് അവളോട്. എങ്ങനെയും ശ്യാമ രക്ഷപ്പെടുന്നത് അത് നിനക്കിഷ്ടമല്ല. അതിനുവേണ്ടി അമ്മയെ നീ എരികേറ്റുകയാണ്. അതിനാണ് നീ കാട്ടിക്കൂട്ടുന്നതൊക്കെ. ഇത് കേട്ട് ഐശ്വര്യ പറയുന്നുണ്ട്, പിന്നെ അവളോട് അസൂയ തോന്നാൻ അവള് എന്നെ പോലെ നേരെ നിൽക്കുകയല്ലേ? ഇച്ചിരി പാടാൻ പറ്റുമെന്ന് കരുതി സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, മറ്റൊരു കാര്യത്തിലും എൻ്റെ അയൽപക്കത്ത് വരില്ല അവള്. ഞാനേ മിസ് കേരളയായിരുന്നു. എന്നാൽ അരുൺ പറയുന്നു, ദേ ഐശ്വര്യ, എൻ്റെ മുന്നിൽ ഇനി നീ പറയരുത്. കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്തായി. ഒരു മിസ് കേരള അതെന്താ മോശം കാര്യമാണോ എന്ന് ഐശ്വര്യ പറയുന്നു. പുച്ഛത്തോടെ അരുൺ പറയുന്നു, പിന്നെ ഒരു മിസ് കേരള പ്രസവിക്കാൻ പാടില്ല, സൗന്ദര്യം പോകും. കേട്ട് കേട്ട് ഞാൻ മടുത്തു അവളുടെ ഒരു മിസ് കേരള പട്ടം. അല്ലെങ്കിൽ തന്നെ ഞാൻ കൂടി ഇനി പ്രസവിക്കുന്നത് എന്തിനാ? അരുണിന് ഫ്രീ ആയിട്ടൊരു മോളുണ്ടല്ലോ, ശ്രീകുട്ടി. ഒളിഞ്ഞും പതുങ്ങിയും ഇനി അവളെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഒന്നും വേണ്ട, ഏറ്റെടുക്ക്. സ്വന്തം മോളായിട്ട് തന്നെ ഏറ്റെടുത്തോ, അപ്പോൾ പ്രശ്നമൊക്കെ തീരുവല്ലോ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. ഇവരുടെ സംസാരം കേട്ട് അവിടേക്ക് വരികയാണ് അശ്വതി. പെട്ടെന്ന് ശ്രീകുട്ടിയെക്കുറിച്ച് ആലോചിക്കുകയാണ് അരുണും. കണ്ടോ, അത് പറഞ്ഞപ്പോൾ വീര്യയെല്ലാം എവിടെ പോയി? ഇപ്പൊ വെറും പാവത്താനെ പോലെ നിൽക്കുന്നില്ലേ? ആ കുട്ടി അരുണിന്റെ ആരാ? ആദ്യം അതറിയട്ടെ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ഐശ്വര്യ, ഇങ്ങനെ തമ്മിൽ വഴക്കൂടാൻ ഇത് വീടല്ല, ഓർമ്മ വേണം. ഇത്രയും സമയം എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ അരുണൊന്നും ഓർത്തില്ലല്ലോ. എനിക്കിപ്പോൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടണോ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, മറുപടി പറയാൻ എന്നെ ദേഷ്യത്തോടെ അരുണിനോട് വീണ്ടും ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ഐശ്വര്യ, ഇത് വീടല്ല, പബ്ലിക് പ്ലേസ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നാണക്കേടാ. എനിക്കൊരു നാണക്കേടുമില്ല, എനിക്ക് സത്യം അറിയണം. ആളുകൾ ഇടപെടട്ടെ, അവരുടെ മുന്നിൽ വെച്ച് അരുണിനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ആ ശ്രീകുട്ടി ആരാ? പറയില്ലല്ലേ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. എന്നിട്ട് ഐശ്വര്യ കാറിലേക്ക് കയറുന്നു. ഫോൺ എടുത്തോണ്ട് വന്നിട്ട് ഐശ്വര്യ പറയുന്നു, ഞാൻ ഇപ്പോൾ പോകും, ഇനി തമ്മിൽ കാണില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഐശ്വര്യ ആ റോഡിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. നോക്കി നിൽക്കുകയാണ് അരുൺ. തിരിച്ച് വിളിക്കുന്നില്ലല്ലോ, എന്നാൽ എനിക്കും വാശിയുണ്ട്. എന്നെ തേടി അരുൺ കുറെ അലയും. അങ്ങനെയൊക്കെ അരുൺ വിചാരിക്കുന്നു. ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന അശ്വതി അരുണിന്റെ അടുത്തേക്ക് വന്നു. അരുൺ എന്ന് വിളിക്കുന്നുണ്ട്. പർദ്ദയിട്ടത് കാരണം പെട്ടെന്ന് അരുണിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ട് തന്റെ മുഖം കാണിക്കുകയാണ് അശ്വതി. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അരുണും. അഭിരാമി എന്ന് അരുൺ വിളിക്കുന്നുണ്ട്. ദയനീയമായി നിൽക്കുകയാണ് അശ്വതിയും. ഞാൻ അരുണിനെ കാണാൻ പലതവണ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. നേരെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ വരാൻ പറ്റില്ലല്ലോ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ഞാൻ അഭിരാമി എവിടേക്ക് തിരക്കിയെന്നറിയോ? ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ് എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാ കഴിയുന്നതെന്ന്. ഒരു കൂട്ടുകാരിയുടെ സഹായം ഉണ്ടായിരുന്നോ? പക്ഷെ എന്നും അവളുടെ അടുത്ത് തങ്ങാൻ പറ്റില്ല, മറ്റൊരു സ്ഥലം കണ്ടെത്തണം. ആ ജേഷും പോലീസും എന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അരുൺ പറയുന്നു, ശ്രീകുട്ടി ഇപ്പോൾ വീട്ടിലുണ്ടെന്ന് അറിയാം, അപ്പോൾ അതാണിപ്പോൾ എൻ്റെ ഏക ഒരു ആശ്വാസം. അരുൺ പറയുന്നു, എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ, ഭാഗ്യം.
പേടിക്കേണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ. തനിക്ക് ഒളിച്ചു കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലം അത് നമുക്ക് നോക്കാം. ആ സമയം ജയേഷിന്റെ കാറ് അതുവഴി പോകുന്നുണ്ട്. ആ സൈഡ് ഒതുക്കി അത് നിർത്തുകയും ചെയ്യുന്നു. പെട്ടെന്ന് ജയേഷ് എന്ന് അരുൺ പറയുന്നു. ആ സമയം നോക്കി മുഖംമൂടി നേരെ ഇടുകയാണ് അശ്വതി. ജയേഷ് കാറിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് വരുന്നു. അവളെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ജയേഷ്. അരുൺ ഒന്നും മിണ്ടുന്നില്ല. ആരെയെന്ന് ചോദിക്കുന്നുണ്ട്. അശ്വതി അവളെ കണ്ടോന്ന്. അശ്വതിയോ എന്നെ ഒന്നും അറിയാത്തതുപോലെ അരുൺ ചോദിച്ചപ്പോൾ ജയേഷ് ചോദിക്കുന്നുണ്ട്, അശ്വതിയോ, അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലേ? എന്നിട്ട് ആ പർദ്ദ ധരിച്ച ആ സ്ത്രീയെ നോക്കുന്നുണ്ട് ജയേഷ്. ഇതാരാണെന്ന് ചോദിക്കുന്നു. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് അരുൺ പറഞ്ഞപ്പോൾ ഫ്രണ്ടിന് പേരില്ലേ എന്ന് ജയേഷ് ചോദിക്കുന്നു. ജാസ്മിൻ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു, അപ്പോൾ അത് നിനക്ക് ഉറപ്പില്ല? ജാസ്മിൻ ആണെന്ന് പറഞ്ഞില്ലേ എന്ന് അരുൺ വീണ്ടും പറയുന്നു. പിന്നെ ആ അശ്വതിയെ എവിടെ ഒളിപ്പിച്ചാലും ഞാനത് കണ്ടുപിടിക്കും. അന്ന് ഇങ്ങനെയായിരിക്കില്ല, പോലീസ് സ്റ്റേഷനിൽ സെല്ലിൽ വെച്ചായിരിക്കും നിന്നോട് ഞാൻ മറുപടി ചോദിക്കുന്നത്, ഓർത്തോ നീ? പിന്നെ അശ്വതി അവളെ എൻ്റെ കൈ കിട്ടിയാൽ ഈ ജയേഷ് ആരാണെന്ന് ശരിക്കും അവൾ അറിയും എന്നൊക്കെ ജയേഷ് അവനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അഭിരാമി വാ, എവിടെ താമസിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാമെന്ന് അരുൺ പറയുന്നുണ്ട്. ഐശ്വര്യ എന്ന് അഭിരാമി ചോദിച്ചപ്പോൾ ഐശ്വര്യ ഇപ്പോൾ ഓഫീസിലെത്തി കാണും, അവളുടെ സ്വഭാവം അങ്ങനെയാണെന്നൊക്കെ അരുൺ പറയുന്നു. ഇവിടെ നിന്നാൽ പറ്റില്ല, വന്ന് കാറിൽ കയറാൻ അരുൺ അശ്വതിയോട് പറയുന്നുണ്ട്. ഈ സമയം ഐശ്വര്യ തിരിച്ചു വരുന്നു. അവരെ രണ്ടുപേരെയും കാണുന്നുണ്ട്. ഇതാരാണെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. ഐശ്വര്യ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് അരുണും പറയുന്നുണ്ട്. ഫ്രണ്ടോ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ അരുൺ പറയുന്നുണ്ട് ഫ്രണ്ടിന്റെ അനിയത്തിയാണെന്ന്. ഏത് ഫ്രണ്ട് എന്ന് എടുത്തു ചോദിച്ചപ്പോൾ അരുൺ പറയുന്നുണ്ട് നാസർ എന്ന്. നാസറോ? അങ്ങനെ ഒരു ഫ്രണ്ടിനെ അരുണിനുണ്ടായിട്ട് എനിക്ക് അറിയില്ലല്ലോ. അത് എൻ്റെ എല്ലാ ഫ്രണ്ടിനെയും ഐശ്വര്യയ്ക്ക് അറിയൂ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. അതറിയണമല്ലോ, വൈഫായാൽ ഹസ്ബൻഡിൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും അറിയണമല്ലോ. ഇത് കേട്ട് അരുൺ പറയുന്നു, എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. കോളേജ് കാലം മുതൽ നാസറിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇത് അവൻ്റെ അനിയത്തിയാണ്. കുഞ്ഞുനാൾ മുതലേ ഇവളെയും ഞാൻ അറിയും. പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മറുപടി പറയാത്തത്, ഊമയാണോ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നുണ്ട് ജാസ്മിൻ എന്ന്. ബ്രദറിന്റെ പേര് നാസർ, സഹോദരി ജാസ്മിൻ. പേര് മാച്ച് ആവുന്നില്ലല്ലോ. അതെന്താ നാസറിന്റെ പങ്കള് ജാസ്മിൻ ആയിക്കൂടെ എന്ന് അരുൺ ചോദിക്കുന്നു. അതുമല്ല, നാസർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എന്നാ പിന്നെ അതെന്താ നേരത്തെ പറയാതിരുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. ഈശ്വര, അഭിരാമിക്ക് കഴിയാൻ എങ്ങനെയെങ്കിലും സേഫായ ഒരു സ്ഥലം കണ്ടെത്തണം എന്നൊക്കെ അരുൺ വിചാരിച്ചിട്ട് ഐശ്വര്യയോട് പറയുന്നു. ജാസ്മിൻ എന്നെ പലതവണ വിളിച്ചിരുന്നു, ഇവൾക്കിപ്പോൾ കഷ്ടകാലമാണെന്നാ പറയുന്നത്. ജീവിക്കാൻ മാർഗമില്ല, ഒരു ജോലി വേണം. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാനാ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ജോലിക്കാര്യം ഞാനല്ല തീരുമാനിക്കുന്നത്, അതിനുള്ള അധികാരം എൻ്റെ വൈഫിനാണെന്ന്. ഓഫീസിൽ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഫുൾ പവറും ഐശ്വര്യയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഐശ്വര്യയ്ക്ക് അങ്ങ് സുഖിച്ചു. ഇപ്പോഴും യാദൃച്ഛികമായാണ് കണ്ടത്. അപ്പോഴും ഞാൻ ജാസ്മിനോട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ഐശ്വര്യ എവിടേക്കോ പോകുന്നു പറഞ്ഞല്ലോ, പോയോ? ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ എന്നൊക്കെ അരുൺ ചോദിക്കുന്നു. അത് എനിക്ക് അത്യാവശ്യമായി ചിലത് വാങ്ങിക്കാനുണ്ടായിരുന്നു, ഞാൻ ആ ഷോപ്പിലേക്കൊന്ന് പോയതാണ്. ഇനി അരുൺ അശ്വതിയോട് പറയുന്നുണ്ട്, ഐശ്വര്യ മേഡത്തിനോട് ജാസ്മിൻ നേരിട്ട് തന്നെ ചോദിക്കേ. അവിടെ ജോലി തരാനൊന്നും എനിക്ക് യാതൊരു അധികാരവും ഇല്ല. എനിക്കെന്നല്ല, എൻ്റെ ഏട്ടനോ അമ്മയ്ക്കോ പോലും അവകാശമില്ല. ഫുൾ പവറും ദേ ഈ മേഡത്തിനാണ്. ജാസ്മിൻ പറയുന്നു, മേഡം എന്നെ ഒന്ന് സഹായിക്കണം. അരുൺ പറയുന്നു, എൻ്റെ വൈഫായോണ്ട് പുകഴ്ത്തി പറയുന്നതല്ല, ഐശ്വര്യ നല്ല മനസാക്ഷിയുള്ള ഒരാളാണ്. ഇതുപോലെയുള്ള കഷ്ടതകൾ കണ്ടാൽ അപ്പോൾ മനസ്സിലിയും, അത് എനിക്ക് ഉറപ്പാണ്. ജാസ്മിനും ഐശ്വര്യയോട് പറയുന്നുണ്ട്, മേഡം കരുണ കാണിക്കണം എന്നൊക്കെ. ഓക്കെ, ഇത്ര താഴ്മയായിട്ട് പറഞ്ഞതല്ലേ, നമുക്ക് നോക്കാം, പക്ഷേ അടങ്ങി നിന്നോണം എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, മേഡം പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞോളാം. അങ്ങനെ നിന്നാൽ നിനക്ക് കൊള്ളാമെന്നും ഐശ്വര്യ പറയുന്നു. പിന്നെ കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടോ എന്നറിയണം. അതൊക്കെ ഉണ്ട് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, അരുണിനോട് ചോദിച്ചില്ല, ഇത് ഒഫീഷ്യൽ കാര്യമാണ്, ഞാൻ ഡീൽ ചെയ്യും. ആദ്യം നിന്റെ വിദ്യാഭ്യാസ യോഗ്യത അത് കേൾക്കട്ടെ. അത് കേട്ട് അശ്വതി പറയുന്നുണ്ട്, ഞാൻ BCom പാസ്സായതാണെന്ന്. വിവാഹിതയാണോ എന്നും ചോദിക്കുന്നു. ഉണ്ട്, ഒരു മോളുണ്ട് എന്ന് അശ്വതി പറയുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡോ എന്ന് ഐശ്വര്യ ചോദിച്ചു. ഹസ്ബൻഡോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഒന്നും മിണ്ടാത്തത് കൊണ്ട് ഐശ്വര്യ തന്നെ പറയുന്നു, ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ എന്ന്. വിഷമത്തോടെ നിൽക്കുകയാണ് അശ്വതി. പറയാൻ പ്രയാസമാണെങ്കിൽ പറയണ്ട, നിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, ഓക്കെ? അപ്പോൾ കുഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. കരയുകയാണ് അശ്വതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.